സ്വന്തം ജീവൻ പോലും എന്നും സ്വന്തമായിരിക്കില്ല എന്ന ബോധമുണ്ടായിട്ടും ജീവിതത്തിൽ ചിലതൊക്കെ തൻ്റെ സ്വന്തമാണ് എന്ന് വിശ്വസിക്കുന്ന പാവം ജീവിയാണ് മനുഷ്യൻ. മനസ്സിലാക്കാത്ത ബന്ധങ്ങൾ തുഴയില്ലാത്ത വള്ളം പോലെയാണ്. കുറച്ചു ദൂരം വെള്ളത്തിൽ ചാഞ്ചാടി നീങ്ങും എന്നല്ലാതെ കൂടുതൽ ദൂരം യാത്ര ചെയ്യാൻ സാധിക്കില്ല. തിരിച്ചറിയാൻ കഴിയാതെ പോയവരും തിരിച്ചറിഞ്ഞിട്ടും തിരിഞ്ഞു നടന്നവരും തനിച്ചു നിന്നപ്പോൾ താങ്ങായവരും തണൽ കൊണ്ടവരും തണൽ തന്നവരും എല്ലാവരും തന്നെ ജീവിതം എന്തെന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നവരാണ്. മറക്കരുതൊരിക്കലും അവർ പഠിപ്പിച്ചു തന്ന പാഠങ്ങൾ. എത്ര കാലം എന്നതല്ല, എത്രമാത്രം എന്നതാണ് പ്രധാനം. എത്ര നൽകി എന്നതല്ല, എന്ത് നൽകി എന്നതിലാണ് കാര്യം. മുങ്ങിത്താഴാൻ പോയവന് ഒരു കച്ചിത്തുരുമ്പായെങ്കിലും പ്രയോജനപ്പെട്ടവനാണല്ലോ ഞാൻ. പക്ഷേ അവർ അതൊക്കെ മറന്നുപോയല്ലോ എന്ന് വിഷമിക്കരുത്. നിങ്ങളുടെ നല്ല മനസ്സ് കാണുന്നുണ്ട് ഈശ്വരൻ. സ്നേഹിച്ചവരുടെ അഭാവത്തിൽ മാത്രമേ നിങ്ങൾക്ക് അവരുടെ സ്നേഹത്തിൻ്റെ വില മനസ്സിലാവുകയുള്ളൂ. ആരുടെയും ആത്മവിലാപങ്ങൾക്ക് കാരണക്കാരാകരുത്. ഹൃദയം കൊണ്ട് തൊട്ടവരുടെ ഹൃദയത്തിൽ ഒരിക്കലും ഉണങ്ങാത്ത മുറിവുകൾ ഉണ്ടാക്കരുത്. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ ഒരിക്കലും നിങ്ങളെ മറ്റുള്ളവർക്ക് മുൻപിൽ അപമാനിക്കുവാൻ തുനിയുകയില്ല. സ്വന്തം നന്മകൾ മാത്രം ലക്ഷ്യം വെച്ചവർ നിങ്ങളുടെ കഷ്ടനഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും മെനക്കെടില്ല. ഏതൊരു ബന്ധമായാലും ചേർന്നിരിക്കുമ്പോൾ മാത്രമല്ല, വേർപിരിഞ്ഞാലും അവരോട് നിങ്ങൾക്കും നിങ്ങളോട് അവർക്കും ഉണ്ടായിരുന്ന ബഹുമാനവും വിശ്വാസവും കാത്തു സൂക്ഷിക്കുക. സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്തവന് മറ്റൊന്നിനെയും തൻ്റെ വരുതിക്ക് നിർത്താനാവില്ല. ജീവിതത്തിൽ ഒരിടത്തും വിജയിക്കുവാനും കഴിയില്ല. ഇന്നലെ നിങ്ങളെ സ്നേഹിച്ചവർ ഇന്നു നിങ്ങളെ തള്ളിപ്പറയുന്നുവെങ്കിൽ ഇന്നു നിങ്ങൾ സ്നേഹിക്കുന്നവരും നാളെ നിങ്ങളെ തള്ളിപ്പറഞ്ഞേക്കാം. ഒന്നും ശാശ്വതമല്ല എന്ന സത്യം മനസ്സിലാക്കുക. എല്ലാറ്റിനുമുണ്ട് ഒരു കാലാവധി. നിങ്ങളെ അമിതമായി സ്നേഹിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന സ്ത്രീകൾ നിസ്സാര കാര്യങ്ങൾക്ക് പോലും നിങ്ങളോട് വഴക്കിടും. ആരോടും പരാതി പറയാൻ നിൽക്കരുത്. നമ്മുടെ സങ്കടങ്ങളെല്ലാം നമ്മുടേത് മാത്രമാണ്. കേൾക്കുന്നവരെ അതൊന്നും ബാധിക്കുകയില്ല. കാരണം അനുഭവിച്ചറിഞ്ഞവർക്കല്ലാതെ മറ്റാർക്കും അത് അത്രയും തീവ്രമായി മനസ്സിലാവുകയുമില്ല. തേടിപ്പോകുന്നതിൽ തെറ്റില്ല. തേടി വരാത്തവരെ വീണ്ടും വീണ്ടും തേടിപ്പോകുന്നതാണ് തെറ്റ്. ചിലർ നമ്മളെ വിട്ടു പോകുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടം തോന്നും, ഒരുപാട് ദുഃഖിക്കും. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, ആരൊക്കെ നമ്മെ വിട്ടു പോയാലും നമുക്ക് നാമുണ്ട് എന്നതൊരു സത്യമാണ്.